എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാളെ നടക്കാനിരിക്കുന്ന സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയൊരു വീഡിയോ ആണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം: നവജാത ശിശുക്കൾ മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ നടത്തുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി. ഹൃദ്യമാണ്. നവജാത ശിശുക്കൾ മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ നടത്തുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി. വയോജനങ്ങൾക്ക് ആരോഗ്യം ഉറപ്പാക്കാൻ കേരള സർക്കാർ ലോകാരോഗ്യ സംഘടനയുമായി ചേർന്ന് നടപ്പാക്കുന്ന വാക്സിനേഷൻ പരിപാടി ഏതാണ്? ന്യൂമോകോക്കൽ വാക്സിനേഷനാണ്. വയോജനങ്ങൾക്ക് ആരോഗ്യം ഉറപ്പാക്കാൻ കേരള സർക്കാർ ലോകാരോഗ്യ സംഘടനയുമായി ചേർന്ന് നടപ്പാക്കുന്ന വാക്സിനേഷൻ പരിപാടി. സംസ്ഥാന വയോജന കമ്മീഷൻ അധ്യക്ഷൻ കെ സോമപ്രസാദാണ് സംസ്ഥാന വയോജന കമ്മീഷന്റെ അധ്യക്ഷൻ. ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ജില്ലാതല ആശുപത്രി ഏതാണ്? എറണാകുളം ജനറൽ ആശുപത്രിയാണ് ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ജില്ലാതല ആശുപത്രി. 2026-27 അധ്യയന വർഷം മുതൽ 1-ാം ക്ലാസ് പ്രവേശനത്തിന് 6 വയസ്സ് നിർബന്ധമാക്കിക്കൊണ്ട് ഉത്തരവിറക്കിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. 2026-27 അധ്യയന വർഷം മുതൽ 1-ാം ക്ലാസ് പ്രവേശനത്തിന് 6 വയസ്സ് നിർബന്ധമാക്കിക്കൊണ്ട് ഉത്തരവിറക്കിയ സംസ്ഥാനം. കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം പുറത്തുവിട്ട 2023-24 വർഷത്തെ പഞ്ചായത്ത് മുന്നേറ്റ സൂചിക പ്രകാരം കേരളത്തിലെ മികച്ച പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് ഏതാണ്? ചെറുതന. ആലപ്പുഴ ജില്ലയിലെ ചെറുതന പഞ്ചായത്താണ് കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം പുറത്തുവിട്ട 2023-24 വർഷത്തെ പഞ്ചായത്ത് മുന്നേറ്റ സൂചിക പ്രകാരം കേരളത്തിലെ മികച്ച പഞ്ചായത്തായി തിരഞ്ഞെടുത്തത്. പാമ്പുകളുടെയും മനുഷ്യരുടെയും രക്ഷയ്ക്കായി വനം വകുപ്പ് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? സർപ്പ ആപ്പാണ് പാമ്പുകളുടെയും മനുഷ്യരുടെയും രക്ഷയ്ക്കായി വനം വകുപ്പ് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. കേസുകളുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെയും ട്രാൻസ്ജെൻഡറുകളെയും എങ്ങനെ പരിഗണിക്കണം എന്നതിനെ സംബന്ധിച്ച് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ പോലീസിന് നൽകുന്ന പരിശീലന പദ്ധതി ഏതാണ്? ബോധ്യം പദ്ധതിയാണ്. കേസുകളുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡറുകളുടെയും എങ്ങനെ പരിഗണിക്കണം എന്നതിനെ സംബന്ധിച്ച് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ പോലീസിന് നൽകുന്ന പരിശീലന പദ്ധതി. കേരളത്തിലെ ആദ്യ സ്കിൻ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് കേരളത്തിലെ ആദ്യ സ്കിൻ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത്. സ്റ്റേറ്റ് എനർജി എഫിഷ്യൻസി ഇൻഡെക്സ് ഗ്രൂപ്പ് 3 വിഭാഗത്തിൽ 1-ാം റാങ്ക് നേടിയ സംസ്ഥാനം? കേരളമാണ്. സ്റ്റേറ്റ് എനർജി എഫിഷ്യൻസി ഇൻഡെക്സ് ഗ്രൂപ്പ് 3 വിഭാഗത്തിൽ 1-ാം റാങ്ക് നേടിയ സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യ പൂർണ്ണ പേപ്പർലെസ് ഡിസ്ട്രിക്ട് കോടതി? കൽപ്പറ്റ. വയനാട് ജില്ലയിലെ കൽപ്പറ്റയാണ് ഇന്ത്യയിലെ ആദ്യ പൂർണ്ണ പേപ്പർലെസ് ഡിസ്ട്രിക്ട് കോടതി. ഇന്ത്യയിലെ ആദ്യ 24/7 ഓൺലൈൻ കോടതി തുറന്നത്? കൊല്ലം ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യ 24/7 ഓൺലൈൻ കോടതി തുറന്നത്. 2025 ആഗോള ടൂറിസം അവാർഡ് നേടിയ സംസ്ഥാനം? ആന്ധ്രാപ്രദേശാണ് 2025 ആഗോള ടൂറിസം അവാർഡ് നേടിയ സംസ്ഥാനം. RBI റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാന സമ്പദ് വ്യവസ്ഥയുള്ള സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. RBI റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാന സമ്പദ് വ്യവസ്ഥയുള്ള സംസ്ഥാനം. 2ാം സ്ഥാനം തമിഴ്നാട്. ഇന്ത്യയിലെ കോടതികളിലെ വിവരങ്ങൾ ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഏകോപിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതാണ്? വൺ കേസ് വൺ ഡാറ്റയാണ് ഇന്ത്യയിലെ കോടതികളിലെ വിവരങ്ങൾ ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഏകോപിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി. 2025 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? മരിയ കൊറീന മച്ചാഡോയ്ക്കാണ് 2025 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്?
ഗ്രാസ മാർഷൽ. ഗ്രാസ മാർഷലിനാണ് 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം ഏതാണ്? കോഴിക്കോട്. കോഴിക്കോടാണ് ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത്? പുല്ലമ്പാറ. തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത്. രാജ്യത്ത് 100% അർബുദ സാക്ഷരത നേടുന്ന ആദ്യ നഗരസഭ? കോട്ടയ്ക്കൽ. കോട്ടയ്ക്കലാണ് രാജ്യത്ത് 100% അർബുദ സാക്ഷരത നേടുന്ന ആദ്യ നഗരസഭ. രാജ്യത്തെ ഏറ്റവും കൂടുതൽ സൗരോർജം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രാമപഞ്ചായത്ത്? പെരിഞ്ഞനം. തൃശ്ശൂർ ജില്ലയിലെ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്താണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ സൗരോർജം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രാമപഞ്ചായത്ത്. യുനെസ്കോയുടെ പാചക നഗര പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ നഗരം? ലക്നൗ. ലക്നൗ ആണ് യുനെസ്കോയുടെ പാചക നഗര പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ നഗരം. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരം? ജക്കാർത്ത. ജക്കാർത്തയാണ് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരം. സംസ്ഥാനത്തെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത്? ശാസ്താംപാറ. ശാസ്താംപാറയാണ് സംസ്ഥാനത്തെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ വനിതാ വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത്? ലക്കിടി. പാലക്കാട് ജില്ലയിലെ ലക്കിടിയിലാണ് കേരളത്തിലെ ആദ്യ വനിതാ വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത്. ലോകത്തിലാദ്യമായി കൃത്രിമ രക്തം നിർമ്മിച്ച രാജ്യം? ജപ്പാൻ. ജപ്പാനാണ് ലോകത്തിൽ ആദ്യമായി കൃത്രിമ രക്തം നിർമ്മിച്ച രാജ്യം. KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡർ? മോഹൻലാൽ. മോഹൻലാലാണ് KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡർ. കേരള അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുത്തത്? PR ശ്രീജേഷ്. PR ശ്രീജേഷാണ് കേരള അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുത്തത്. കേരളത്തിൻ്റെ 50ാമത് ചീഫ് സെക്രട്ടറി? A ജയതിലക്. A ജയതിലകാണ് കേരളത്തിൻ്റെ 50ാമത് ചീഫ് സെക്രട്ടറി. നീതി ആയോഗിൻ്റെ നിലവിലെ CEO? നിധി ചിബ്ബർ. നിധി ചിബ്ബറാണ് നീതി ആയോഗിൻ്റെ നിലവിലത്തെ CEO. നീതി ആയോഗിൻ്റെ നിലവിലത്തെ വൈസ് ചെയർമാൻ? അശോക് കുമാർ ലാഹിരി. അശോക് കുമാർ ലാഹിരിയാണ് നീതി ആയോഗിൻ്റെ നിലവിലത്തെ വൈസ് ചെയർമാൻ. കേരള ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ? സജി ഗോപിനാഥ്. സജി ഗോപിനാഥാണ് കേരള ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ. കേരള ശാസ്ത്ര സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ? സിസ തോമസ്. സിസ തോമസ് ആണ് കേരള ശാസ്ത്ര സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ. 2023 55ാമത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിന് അർഹനായ മലയാള നടൻ ആരാണ്? മോഹൻലാൽ. മോഹൻലാലാണ് 2023 55ാമത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിന് അർഹനായ മലയാള നടൻ. 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശാരദ. നടി ശാരദയ്ക്കാണ് 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത്. 17ാം ബ്രിക്സ് ഉച്ചകോടി 2025ൻ്റെ വേദി? റിയോ ഡി ജനീറോ. റിയോ ഡി ജനീറോയാണ് 17ാം ബ്രിക്സ് ഉച്ചകോടി 2025ൻ്റെ വേദി. 18ാം ബ്രിക്സ് ഉച്ചകോടി 2026ൻ്റെ വേദി? ന്യൂഡൽഹി. ഇന്ത്യയിലെ ന്യൂഡൽഹിയാണ് 2026 ബ്രിക്സ് 18ാമത് ഉച്ചകോടിയുടെ വേദി. 2030 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി? അഹമ്മദാബാദ്. അഹമ്മദാബാദാണ് 2030 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി. 84ാമത് ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിൻ്റെ വേദി? തലശ്ശേരി. തലശ്ശേരിയാണ് 84ാമത് ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിൻ്റെ വേദി. 2026 രഞ്ജി ട്രോഫി ജേതാക്കൾ? ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീരാണ് 2026 രഞ്ജി ട്രോഫി ജേതാക്കൾ. ഇന്ത്യയിലെ ആദ്യ വന സർവകലാശാല നിലവിൽ വരുന്നത്? ഗോരഖ്പൂർ. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂറാണ് ഇന്ത്യയിലെ ആദ്യ വന സർവകലാശാലയായി നിലവിൽ വരുന്നത്. ലോകത്തിലാദ്യമായി വനനശീകരണത്തിന് നിരോധനം ഏർപ്പെടുത്തുന്ന രാജ്യം? നോർവേ. നോർവേയാണ് ലോകത്തിലാദ്യമായി വനനശീകരണത്തിന് നിരോധനം ഏർപ്പെടുത്തുന്ന രാജ്യം.
2025 കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? പോളണ്ടാണ് 2025 കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം. ഇന്ത്യയിലെ ചേരിമുക്ത നഗരമായി പ്രഖ്യാപിക്കപ്പെട്ട ആദ്യ വലിയ നഗരം ഏതാണ്? സൂറത്താണ് ഇന്ത്യയിലെ ചേരിമുക്ത നഗരമായി പ്രഖ്യാപിക്കപ്പെട്ട ആദ്യ വലിയ നഗരം. ഇന്ത്യയിൽ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ് ഇന്ത്യയിൽ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം. രണ്ടാമത്തേത് ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യ ബയോഹാപ്പി ജില്ല? കെഇ പന്യോർ. അരുണാചൽ പ്രദേശിലെ കെഇ പന്യോറാണ് ഇന്ത്യയിലെ ആദ്യ ബയോഹാപ്പി ജില്ല. തൊഴിലില്ലാത്ത മറ്റു പെൻഷനുകൾ ഒന്നും ലഭിക്കാത്ത സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാശ്രയത്വം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രതിമാസം 1000 രൂപ പെൻഷൻ നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? സ്ത്രീ സുരക്ഷാ പദ്ധതിയാണ് തൊഴിലില്ലാത്ത മറ്റ് പെൻഷനുകൾ ഒന്നും ലഭിക്കാത്ത സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാശ്രയത്വം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രതിമാസം 1000 രൂപ പെൻഷൻ നൽകുന്ന കേരള സർക്കാർ പദ്ധതി. 2026 ഏപ്രിലിൽ ISO അംഗീകാരം ലഭിച്ച കേരള സർക്കാർ പദ്ധതി? കെ-ഫോൺ ആണ് 2026 ഏപ്രിലിൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ അംഗീകാരം ലഭിച്ച കേരള സർക്കാർ പദ്ധതി. ഔദ്യോഗിക സംസ്ഥാന സൂക്ഷ്മാണു സ്ഥിരീകരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം? കേരളമാണ് ഔദ്യോഗിക സംസ്ഥാന സൂക്ഷ്മാണുവിനെ സ്ഥിരീകരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. ലോകത്തിലെ ഏറ്റവും വലിയ ഹരിത അമോണിയ പദ്ധതി വികസിപ്പിക്കുന്നത്? ആന്ധ്രാപ്രദേശാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹരിത അമോണിയ പദ്ധതി വികസിപ്പിക്കുന്നത്. കേരളത്തിലെ ആദ്യ ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിച്ചത്? ആറളം വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ആദ്യ ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിച്ചത്. അടുത്തിടെ WHO-യിൽ നിന്ന് പിൻവാങ്ങിയ രാജ്യം? USA ആണ് അടുത്തിടെ WHO-യിൽ നിന്ന് പിൻവാങ്ങിയ രാജ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ. ഇന്ത്യയുടെ 13ാമത് മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ചുമതലയേറ്റത്? രാജ്കുമാർ ഗോയലാണ് ഇന്ത്യയുടെ 13ാമത് മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ചുമതലയേറ്റത്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ? വി ഹരിനായരാണ് കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായ ആദ്യ മലയാളി? PR രമേശാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായ ആദ്യ മലയാളി. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ? ജ്ഞാനേഷ് കുമാറാണ് ഇന്ത്യയുടെ 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. നിലവിലെ ISRO ചെയർമാൻ? ഡോക്ടർ വി നാരായണനാണ് നിലവിലെ ISRO ചെയർമാൻ. യുനെസ്കോയുടെ ഇന്ത്യൻ അംബാസിഡർ? വിശാൽ വി ശർമ്മയാണ് യുനെസ്കോയുടെ ഇന്ത്യൻ അംബാസിഡർ. ഹോക്കി ഇന്ത്യയുടെ നിലവിലെ ചെയർമാൻ? ദിലീപ് കുമാർ ടിർക്കിയാണ് ഹോക്കി ഇന്ത്യയുടെ നിലവിലത്തെ ചെയർമാൻ. മേൽക്കൂര മഴവെള്ള ശേഖരണ നിയമം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം? തമിഴ്നാടാണ് മേൽക്കൂര മഴവെള്ള ശേഖരണ നിയമം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുരസ്കാരം നേടിയ പോലീസ് സ്റ്റേഷൻ? ഗാസിപൂർ പോലീസ് സ്റ്റേഷൻ, ഡൽഹിയിലെ ഗാസിപൂർ പോലീസ് സ്റ്റേഷനാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുരസ്കാരം നേടിയത്. ലോകത്തിലെ ഏറ്റവും വലിയ തത്സമയ പേയ്മെന്റ് സംവിധാനം? UPI ആണ് ലോകത്തിലെ ഏറ്റവും വലിയ തത്സമയ പേയ്മെന്റ് സംവിധാനം. നോട്ടയ്ക്ക് പകരം ബാലറ്റ് യൂണിറ്റിൽ ഏർപ്പെടുത്തിയ പുതിയ ബട്ടൺ? എൻഡാണ് നോട്ടയ്ക്ക് പകരം ബാലറ്റ് യൂണിറ്റിൽ ഏർപ്പെടുത്തിയ പുതിയ ബട്ടൺ. യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പ്രതിനിധി പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ ഉത്സവം? ദീപാവലിയാണ്
യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ നഗരം. കേരളത്തിലെ ആദ്യ അന്ധയായ വനിതാ ജഡ്ജി തന്യനാഥനാണ് കേരളത്തിലെ ആദ്യ അന്ധയായ വനിതാ ജഡ്ജി. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ ചെയർമാൻ എ കെ ബാലസുബ്രഹ്മണ്യമാണ് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ ചെയർമാൻ. 2026-27 ബജറ്റിൽ വയോജന ബജറ്റ് അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ്. 2026-27 ബജറ്റിൽ വയോജന ബഡ്ജറ്റ് അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. 60ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആർ വൈരമുത്തുമാണ് 60ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ്. UNEP 2025 ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാര ജേതാവ് സുപ്രിയ സാഹു ആണ് 2025 UNEP ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാര ജേതാവ്. ഇന്ത്യയുടെ ആദ്യത്തെ 1 GHz 64-ബിറ്റ് ഡ്യുവൽ കോർ തദ്ദേശീയ മൈക്രോ പ്രോസസർ ധ്രുവ് 64 ആണ് ഇന്ത്യയുടെ ആദ്യത്തെ 1 GHz 64-ബിറ്റ് ഡ്യുവൽ കോർ തദ്ദേശീയ മൈക്രോ പ്രോസസർ. അടുത്തിടെ 72% സാക്ഷരതാ നിരക്ക് കൈവരിച്ച ആദിവാസി സമൂഹം സിദ്ധിയാണ് അടുത്തിടെ 72% സാക്ഷരതാ നിരക്ക് കൈവരിച്ച ആദിവാസി സമൂഹം. ഇന്ത്യയിലെ ആദ്യ ഓപ്പൺ എയർ ആർട്ട് വാൾ മ്യൂസിയം ഡൽഹിയിലാണ് ഇന്ത്യയിലെ ആദ്യ ഓപ്പൺ എയർ ആർട്ട് വാൾ മ്യൂസിയം. വനിതാ T20 ഇന്റർനാഷണൽ ക്രിക്കറ്റിലെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ബൗളർ ദീപ്തി ശർമ്മയാണ് വനിതാ T20 ഇന്റർനാഷണൽ ക്രിക്കറ്റിലെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ബൗളർ. നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സൗമൻ സെന്നാണ് നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായത് ജസ്റ്റിസ് സൂര്യകാന്താണ് സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത്. 2027 വരെ ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായത് ആരാണ്? ആർ വെങ്കിട്ടരമണിയാണ് 2027 വരെ ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായത്. 2025 79ാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യന്മാർ സർവീസസ് ആണ് 2025 79ാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യന്മാർ. ICC അണ്ടർ-19 മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ചാമ്പ്യന്മാർ ഇന്ത്യയാണ് ICC അണ്ടർ-19 മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ചാമ്പ്യന്മാർ. 50ാമത് വേൾഡ് എക്കണോമിക് ഫോറം വാർഷിക സമ്മേളനം നടന്നത് എവിടെയാണ്? ദാവോസിലാണ് 50ാമത് വേൾഡ് എക്കണോമിക് ഫോറം വാർഷിക സമ്മേളനം നടന്നത്. 8ാം കേന്ദ്ര വേതന കമ്മീഷൻ ചെയർമാൻ രഞ്ജന പ്രകാശ് ദേശായിയാണ് 8ാം കേന്ദ്ര വേതന കമ്മീഷൻ ചെയർമാൻ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ആദ്യ തദ്ദേശീയ പൊല്യൂഷൻ കൺട്രോൾ വെസൽ സമുദ്രപ്രതാപാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ആദ്യ തദ്ദേശീയ പൊല്യൂഷൻ കൺട്രോൾ വെസൽ. 2026 ജനുവരി 26 നടന്ന ഇന്ത്യയുടെ 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ പ്രമേയം വന്ദേമാതരത്തിൻ്റെ 150 വർഷങ്ങൾ. വന്ദേമാതരത്തിൻ്റെ 150 വർഷങ്ങളാണ് 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ പ്രമേയം. 2025 മാതൃഭൂമി അവാർഡ് ലഭിച്ചത് ആർക്കാണ്? മേതിൽ രാധാകൃഷ്ണനാണ് 2025 മാതൃഭൂമി അവാർഡ് ലഭിച്ചത്. 2026 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? തിരുവിഴ ജയശങ്കറിനാണ് 2026 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത്. 2024 മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? NS മാധവനാണ് 2024 മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരത്തിന് അർഹനായത്. 2025 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് EP രാജഗോപാലാണ് 2025 ഓടക്കുഴൽ പുരസ്കാര ജേതാവ്. 2025 49ാമത് വയലാർ അവാർഡിന് അർഹനായത് സന്തോഷ് കുമാറാണ് 2025 49ാമത് വയലാർ അവാർഡിന് അർഹനായത്.
2025 33ാമത് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് KG ശങ്കരപിള്ള. KG ശങ്കരപിള്ളയാണ് 2025 33ാമത് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരത്തിന് അർഹനായത് അഖിൽ പി ധർമ്മജൻ. അഖിൽ പി ധർമ്മജനാണ് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരത്തിന് അർഹനായത്. വ്യാജ സൈബർ തട്ടിപ്പുകളും സന്ദേശങ്ങളും കണ്ടെത്താനും മോഷ്ടിക്കപ്പെട്ട ഫോൺ നമ്പറുകൾ ബ്ലോക്ക് ചെയ്യാനും വേണ്ടി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ സൈബർ സെക്യൂരിറ്റി ആപ്ലിക്കേഷൻ ഏതാണ്? സഞ്ചാർ സാത്തി ആപ്പ്. സഞ്ചാർ സാത്തി ആപ്ലിക്കേഷനാണ് വ്യാജ സൈബർ തട്ടിപ്പുകളും സന്ദേശങ്ങളും കണ്ടെത്തുവാനും മോഷ്ടിക്കപ്പെട്ട ഫോണുകൾക്ക് നമ്പർ ബ്ലോക്ക് ചെയ്യുവാനും വേണ്ടി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ സൈബർ സെക്യൂരിറ്റി ആപ്പ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള വിവിധ ആരോഗ്യ പദ്ധതികളെയും ഡിജിറ്റൽ ആപ്ലിക്കേഷനുകളെയും ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ സംയോജിപ്പിച്ചുകൊണ്ട് അടുത്തിടെ പുറത്തിറക്കിയ പുതിയ പോർട്ടൽ ഏതാണ്? സ്വസ്ഥ് ഭാരത് പോർട്ടൽ. സ്വസ്ഥ് ഭാരത് പോർട്ടലാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള വിവിധ ആരോഗ്യ പദ്ധതികളെയും ഡിജിറ്റൽ ആപ്ലിക്കേഷനുകളെയും ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ സംയോജിപ്പിച്ചുകൊണ്ട് അടുത്തിടെ പുറത്തിറക്കിയ പുതിയ പോർട്ടൽ. ഗർഭിണികളുടെയും അമ്മമാരുടെയും നവജാത ശിശുക്കളുടെയും ആരോഗ്യ വിവരങ്ങൾ ഒരു കുടക്കീഴിൽ ഡിജിറ്റലായി സൂക്ഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പുതിയ ഡിജിറ്റൽ ഹെൽത്ത് കെയർ പ്ലാറ്റ്ഫോം ഏതാണ്? ജനനി. ജനനിയാണ് ഗർഭിണികളുടെയും അമ്മമാരുടെയും നവജാത ശിശുക്കളുടെയും ആരോഗ്യ വിവരങ്ങൾ ഒരു കുടക്കീഴിൽ ഡിജിറ്റലായി സൂക്ഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പുതിയ ഡിജിറ്റൽ ഹെൽത്ത് കെയർ പ്ലാറ്റ്ഫോം. 2025 അണ്ടർ-19 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ പാകിസ്ഥാൻ. പാകിസ്ഥാനാണ് 2025 അണ്ടർ-19 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ. 2026 ICC പുരുഷ T20 ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യ. ഇന്ത്യയാണ് 2026 ICC പുരുഷ T20 ലോകകപ്പ് ജേതാക്കൾ. ബ്ലൈൻഡ് വുമൺസ് T20 വേൾഡ് കപ്പ് 2025 ജേതാക്കൾ ഇന്ത്യ. ഇന്ത്യയാണ് ബ്ലൈൻഡ് വുമൺസ് T20 വേൾഡ് കപ്പ് 2025 ജേതാക്കൾ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടുന്ന താരം വിരാട് കോഹ്ലി. വിരാട് കോഹ്ലിയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടുന്ന താരം. അടുത്തിടെ അന്തരിച്ച കേരളത്തിൻ്റെ ആദ്യ ഒളിമ്പിക് മെഡൽ ജേതാവ് മാനുവൽ ഫ്രെഡറിക്. മാനുവൽ ഫ്രെഡറിക്കാണ് അടുത്തിടെ അന്തരിച്ച കേരളത്തിൻ്റെ ആദ്യ ഒളിമ്പിക് മെഡൽ ജേതാവ്. വനിതാ 2020-ൽ 4000 റൺസ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരം സ്മൃതി മന്ദാന. സ്മൃതി മന്ദാനയാണ് വനിതാ 2020-ൽ 4000 റൺസ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരം. 2025 സ്ക്വാഷ് ലോകകപ്പിലെ ജേതാക്കൾ ഇന്ത്യ. ഇന്ത്യയാണ് 2025 സ്ക്വാഷ് ലോകകപ്പിൻ്റെ ജേതാക്കൾ. T20 ഇന്റർനാഷണലിൽ 100 വിക്കറ്റും 1000 റൺസും നേടുന്ന ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റർ ആരാണ്? ഹാർദിക് പാണ്ഡ്യ. ഹാർദിക് പാണ്ഡ്യയാണ് T20 ഇന്റർനാഷണലിൽ 100 വിക്കറ്റും 1000 റൺസും നേടുന്ന ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റർ.